നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ വിവിധ മാധ്യമങ്ങളും ഒരു വിഭാഗം സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളും നിരന്തരം കോൺഗ്രസിനെ വിമർശിക്കാൻ, കോൺഗ്രസിനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കർണാടകയിൽ ഒരു സംഘം അനധികൃതമായി കയ്യേറിയ ഭൂമിയിലെ കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് കർണാടക സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇടിച്ചു നിരത്തിയ വിഷയം. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP അടക്കമുള്ളവർ ഇവിടെ സന്ദർശിക്കുകയും മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതായത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ ക്രിസ്റ്റൽ ക്ലിയറായി അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും അതോടൊപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും വകുപ്പ് മന്ത്രി കൃഷ്ണഗൌഡ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ മാധ്യമങ്ങളെ വിളിച്ച് കൃത്യമായി പറഞ്ഞിട്ടും കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും CPM സൈബർ ഹാൻഡിലുകളും SDPI പോലെയുള്ള തീവ്ര നിലപാടുള്ള സംഘടനകളും ഇപ്പോഴും കോൺഗ്രസിനെ കുറ്റം പറഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എന്താണ് കർണാടകത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കർണാടകയിലെ ബുൾഡോസർ രാജ് രാഷ്ട്രീയമെന്ന് ഒരു വിഭാഗം വിശേഷിപ്പിക്കുന്ന സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണ്? പാർത്തൺ DC കാര്യാടാണ് സമഗ്ര വിലയിരുത്തലിനായി നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് കർണാടകയിലെ ഈ ബുൾഡോസർ രാജ് എന്നൊരു വിഭാഗം മാധ്യമങ്ങളും SDPI അടക്കമുള്ള CPM അടക്കമുള്ള സംഘടനകളും വിശേഷിപ്പിക്കുന്ന ഈ സാഹചര്യത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷം ഇപ്പോൾ വലിയൊരു പരാജയം, തെരഞ്ഞെടുപ്പ് പരാജയം തദ്ദേശ ഇലക്ഷനിൽ നേരിട്ട് ഇരിക്കുന്ന സമയത്ത് അവർ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ന്യൂനപക്ഷങ്ങൾ ആകപ്പാട് തങ്ങളെ കൈയൊഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷത്തിൻ്റെയും ഒപ്പം അവർ പ്രതീക്ഷിക്കാതെ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ വോട്ടുകളും സമ്പൂർണ്ണമായിട്ടും നഷ്ടമായിരിക്കുന്നു. പാർട്ടി വോട്ടുകൾ മാത്രമാണ് ആര് കിട്ടിയിട്ടുള്ളൂ? CPM കിട്ടിയിട്ടുള്ളൂ. പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം ഒരു കാലത്തും ഭരണം പിടിക്കാൻ CPM കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്തയിലെ നെല്ലും പതിരും സത്യം മനസ്സിലാക്കിയിട്ടാണോ അല്ലെങ്കിൽ അത് വേർതിരിച്ചിട്ടാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ വീശിയിരിക്കുകയാണ്. കോൺഗ്രസിനെതിരെ ഒരു ആരോപണം കിട്ടിയിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി CPM ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ വളച്ചൊടിക്കുകയും ഒരു കുബുദ്ധി, അങ്ങനെ തന്നെ പറയാം, ഒരു കുബുദ്ധിയാണ് ഇവിടെ CPM നേതൃത്വത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒരു രീതിയാണ് നമ്മളെപ്പോഴും പറയുക. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് എന്താ? കർണാടകയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു മുന്നറിയിപ്പും കൂടെ ഇല്ലാതെ അവരെ ഇടിച്ചു നിരത്തി അവരെ പുറത്താക്കിയിരിക്കുന്നു. അവർ മഞ്ഞത്തും വെയിലത്തും കഴിയുകയാണ് എന്നാണ് ഇവർ ഇവിടെ പ്രചരിപ്പിച്ചത്. അതിനനുകൂലമായി CPM ചില സൈബർ മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ ഇവരൊക്കെ അതിന് പിന്തുണയുമായി രംഗത്ത് വന്നു. അതെ, പച്ച നുണ പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. SDPI ഒരു പടി കൂടി കടന്ന് പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അതിന് വളം വെക്കുന്ന രീതിയിലേക്ക് CPM വന്നു. ഉടനെ തന്നെ A റഹീം കർണാടകയിലേക്ക് പോയി. KT ജലീൽ കർണാടകയിലേക്ക് പോയി. പക്ഷേ അവിടെ ഒരു കാഴ്ചയുണ്ട്. അവിടെ KMCCയുടെ പ്രവർത്തകർ KT ജലീലിനൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ KT ജലീൽ പറയുന്നതെന്നറിയോ? യു ഗോ എന്ന് പറഞ്ഞുകൊണ്ട് KT ജലീൽ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. A റഹീം അതിനിടയ്ക്ക് ഏറിപ്പോയി. കാര്യം ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് അവിടെ പോയി. ഞാൻ ആലോചിക്കുന്നത് ഒരു LLB എടുത്ത ഒരു ജേർണലിസം ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ട് അയാളെ പരിഹസിക്കരുത്, വിമർശിക്കരുത് എന്ന് പറയുന്ന ആളാണ് ഞാൻ. എല്ലാവർക്കും അങ്ങനെ പറയാനൊന്നും പറ്റില്ല. പക്ഷേ A റഹീമിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്നറിയോ? A റഹീം ലോകത്തുള്ള എല്ലാവരോടും പുച്ഛമാണ് A റഹീമിന്. പിന്നെ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാരെ പുച്ഛം, മറ്റ് കോൺഗ്രസ്സുകാരെ പുച്ഛം, എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാവരെയും പരിഹസിക്കുക. ഇതിൻ്റെ ആശാനാണ് ഈ പറയുന്ന A റഹീമും ഇവിടുത്തെ സൈബർ വിങ്ങുകളും. അതുകൊണ്ട് തന്നെയാണ് എന്തുണ്ടാക്കിയത്? നേരെ തിരിച്ച് പണി കിട്ടിയത്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ ഏറ്റവും കൂടുതൽ പരിഹസിച്ചാരാ? ഇവിടുത്തെ CPM സൈബർ സഹാക്കളല്ലേ? അപ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ മൂങ്ങിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, സഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ഇത്തരം ഭാഷ അറിയാത്ത കാര്യങ്ങൾ കൊണ്ട് ആരെയും കുറ്റപ്പെടുത്തരുത്. എല്ലാവർക്കും ഒരേപോലെ ഭാഷ പഠിക്കാൻ കഴിയില്ല. പക്ഷെ അതിലും ഒരു കാര്യമുണ്ട്. അഡ്വക്കറ്റാണ്, ഈ പറയുന്ന ജേർണലിസം ഡിഗ്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അത് ഒന്നും കൂടി അവരെ വിലയിരുത്തേണ്ട കാര്യമുണ്ട്. ഈ പറയുന്ന ഒരു തിരുവനന്തപുരത്ത് ഒരു വലിയ വനിതാ മേടം ഉണ്ട്. അത് അവരുടെ ലോ കോളേജിൽ നിന്ന് എടുത്ത ഡിഗ്രി ആണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ KT ജലീൽ പറഞ്ഞത് കർണാടകയുടെ ഗസയാണിത് എന്നാണ്. അതായത് KT ജലീൽ അവിടുത്തെ സർക്കാർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. PCC അധ്യക്ഷൻ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കേരള മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കരുത്. മുഖ്യമന്ത്രി പറഞ്ഞു, അതായത് നോട്ടീസ് കൊടുത്തിട്ട് ഇവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല.
ഒരാഴ്ച മുമ്പ് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു. എന്നിട്ടും ഇവർ പോകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാരിന് പോകേണ്ടി വന്നത്. അതിനെ വർഗീയവൽക്കരിക്കുന്നതോടുകൂടി CPM-ഉം SDP അടക്കമുള്ള തീവ്ര നിലപാടുള്ള SDP-യെ പോലെ തീവ്രവാദ സംഘടനകൾ, SDP-യെ പോലെ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾ ഇവരെന്താണ് കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും. അതായത് കേരളത്തിന് പുറത്ത് നടക്കുന്ന ഒരു സംഭവത്തെ വലിയ ഭയാനകമായി ചിത്രീകരിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഭയപ്പാടുണ്ടാക്കുക, തങ്ങൾക്കിവിടെ നിലനിൽപ്പില്ല എന്നൊരു തോന്നലുണ്ടാക്കുക, അവരുടെ അസ്തിത്വം എന്തോ അപകടത്തിലാണെന്ന് തോന്നലുണ്ടാക്കുക. ഇതിന് ഏറ്റവും കൂടുതൽ പ്രചാരണം കൊടുക്കുന്നത് ആരാണെന്നറിയോ? ഇത് പ്രചാരണം കൊടുക്കുന്നത് CPM-ആണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം ജനതയുടെ വികാരം എടുത്തുപിടിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് എപ്പോഴെങ്കിലും ഈ തരത്തിൽ ഒരു വലിയ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ചെയ്തിട്ടുണ്ടോ? മുസ്ലിം ലീഗ് വിഷയത്തിൽ കൃത്യമായി പറഞ്ഞു, അവിടെ മുസ്ലിങ്ങളുടെ വീട് മാത്രമല്ല, മറ്റു സമുദായത്തിലുള്ള ആളുകളും അവിടെ താമസിച്ചിരുന്നു. പക്ഷേ കൂടുതൽ മുസ്ലിങ്ങളാണ്. മാത്രമല്ല, ഇപ്പം അവിടെ പള്ളി തകർക്കപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ. പള്ളി തകർക്കപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് ഇവിടെ സംയമനം പാലിക്കണമെന്ന് പറഞ്ഞ പാർട്ടിയുടെ പേരെന്താ? മുസ്ലിം ലീഗ് എന്നാണ്. ഇവിടെ തകർക്കണം, ഇവിടെ കലാപം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് അന്നും CPM-ആണ്, ഇന്നും CPM-ആണ്. ഏത് തലശ്ശേരി കലാപത്തിൻ്റെ പേരിലും മാറാട് കലാപത്തിൻ്റെ പേരിലും ഏതൊരു കലാപത്തിൻ്റെ പേരിലും ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിച്ച് അതിൻ്റെ നടുക്ക് നിന്ന് ആട്ടിൻതോലണിഞ്ഞ ചെന്നായയുടെ തനി സ്വരൂപം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയുടെ പേരെന്താണ്? CPM എന്നാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രേക്ഷകർ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കർണാടകയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പല ആളുകൾക്കും അത് കൃത്യമായി അറിയില്ല. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബാംഗ്ലൂരിലെ നഗരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാലിന്യങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ CPM താഴെ പോകാനുള്ള കാരണം വരെ ഈ മാലിന്യമാണ് എന്നുള്ളത് CPM ആദ്യം മനസ്സിലാക്കണം. അങ്ങനെയുള്ള ബാംഗ്ലൂർ കോർപ്പറേഷൻ പരിധിയിൽ, ബാംഗ്ലൂർ പട്ടണത്തിൻ്റെ പരിധിയിലൊക്കെയുള്ള വലിയ തരത്തിലുള്ള മാലിന്യങ്ങൾ അവിടെ വലിയ തലവേദനയായ സമയത്താണ് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു വലിയ കോറി, ഒഴിഞ്ഞു കിടക്കുന്ന കോറി എന്ത് ചെയ്തത്? ഈ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഏറ്റെടുത്ത സ്വാഭാവികമായി ഏറ്റെടുത്ത് അവിടെ ഇതൊക്കെ ഉണ്ടാക്കി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ആ സമയത്തിനുള്ളിൽ ഉടനെ തന്നെ അവിടെ കുറേ ആളുകൾ അങ്ങ് കുടിയേറുകയാണ്. കുടിയേറിയിട്ട് അവിടെ ഫക്കീർ കോളനി, അതുപോലെ തന്നെ വസീം ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുകളൊക്കെ ഇട്ട് അവിടെ ഒരുപാട് ആളുകൾ കുടിയേറി. അതിൽ ഈ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ ജാതി വിഭാഗത്തിലുള്ള മതവിഭാഗത്തിലുള്ള ആൾക്കാരും അവിടെ കുടിയേറിയിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം ഉള്ളത് മുസ്ലിങ്ങളാണ്. പക്ഷെ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും പ്രധാനമായി ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലം, അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അവിടെ നിന്ന് അവർ ഒഴിഞ്ഞു പോകാതെ രക്ഷയില്ല എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞ തീരുമാനം. സർക്കാർ എടുത്തത് ഈ പറയുന്നത് പോലെ ഏകപക്ഷീയമായി പോയി പൊളിച്ചൊന്നുമല്ല. കൃത്യമായി അവരോട് പലതവണ അവർക്ക് നോട്ടീസ് കൊടുത്തു. നോട്ടീസ് കൊടുത്തിട്ട് പറഞ്ഞെന്താണെന്നറിയോ? പറഞ്ഞത് നിങ്ങളെ പുനരധിവസിപ്പിക്കാം, നിങ്ങൾക്ക് ഫ്ലാറ്റുകളോ വീടുകളോ മറ്റ് സ്ഥലങ്ങളോ നിങ്ങൾക്ക് തരാം, എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വന്ന മറുപടി എന്താ? ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കണം, ഞങ്ങൾ ചില്ലറ പൈസ വാങ്ങിയിട്ടുണ്ട്. അതെ, അതായത് കോടിക്കണക്കിന് രൂപ വരുന്ന സ്ഥലം 2 ലക്ഷവും 3 ലക്ഷവും രൂപ വാങ്ങിയ ഒരു കള്ളം കൂടി ഇതിനകത്ത് അതുണ്ട്. അത് അവരെ പറ്റിച്ചതാണ്. അതിന് നടപടിയല്ലേ എടുക്കണം, അയാൾക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്. അപ്പോൾ സർക്കാർ കൃത്യമായി പറഞ്ഞു. പക്ഷേ സർക്കാർ പറഞ്ഞതിനോട് ഇവർ യോജിച്ചില്ല. അപ്പോൾ ഒടുവിൽ സർക്കാരിന് ഈ മാലിന്യ പ്രശ്നം വലിയ രീതിയിലായ സമയത്താണ് അവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടി വന്നത്? ഇവരെ കുടിയൊഴിപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ പലരും പറയുന്നുണ്ട്, കുടിയൊഴിപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമായിരുന്നില്ലേ? സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ ഇവർ വരണ്ടേ? ഞങ്ങൾ സൗകര്യം ചെയ്തു തരാം, നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും തരാം, നിങ്ങൾക്ക് അതിനുള്ള പ്രോപ്പർ രീതിയിലൂടെ തന്നെ നമുക്ക് പ്രോപ്പർ ചാനലിലൂടെ പോകാമെന്ന് സർക്കാർ പറയുമ്പോൾ അതിനെ ഇവർ എതിർക്കുക. അങ്ങനെ എതിർക്കുന്ന ഒരാളുടെ അടുത്തേക്ക് എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പോകാൻ കഴിയുക? ഒന്നും പറ്റില്ല. ഇത് ഞാൻ പറയട്ടെ, കോൺഗ്രസോ BJP-യോ CPM-ഓ ഒന്നും അല്ല ഇതിനെ ഒരു ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലം കണ്ടുവെക്കുകയും അവിടെ കുടിയേറുകയും എന്നിട്ട് സർക്കാരിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് ഏത് ആളുകളായാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ മതത്തിൻ്റെ പേരൊന്നും അതിൽ പറയുന്ന ഒരു കാര്യമില്ല. എന്താണ് കർണാടകയിലെ മുസ്ലിംസ് തീർത്ത് ഇതിൻ്റെ പേര് പ്രതിഷേധത്തിലാണോ? അല്ല, അവിടുത്തെ മുസ്ലിം ലീഗും അവിടുത്തെ പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ എന്താ ഇതിനെതിരെ പ്രതിഷേധിക്കാത്തത്? അവർക്ക് കാര്യം അറിയാം. അവിടെ പ്രതിഷേധിക്കുന്ന കേരളത്തിലുള്ള CPM പിന്നെ അവിടെ ചില്ലറല്ല SDP-ക്കാരും മാത്രമാണ്. SDP-യുടെ ലക്ഷ്യം വേറെയാണ്. അതെ, പക്ഷെ അതിൽ പോയി ആര് വീഴുന്നു? ഈ പറയുന്ന A റഹീമും CPM-ഉം KTL-ലും പോയി വീഴുന്നു. ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് ഇത് നാഷണൽ മീഡിയയിൽ വാർത്തയായത് എന്നാണ് A റഹീം പറഞ്ഞത്. അത് കണ്ട് കണ്ണ് തള്ളി പ്രസിദ്ധീകരിക്കാൻ ഇവിടുത്തെ കുറെ മാധ്യമങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്ന മറുപടി കൊടുത്തിട്ടുണ്ട്. കർണാടക ആഭ്യന്തര കാര്യത്തിൽ നിങ്ങൾ ഇടപെടണം. അതാ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണം. നിങ്ങളെ പണിയെടുത്തോ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് DK ശിവകുമാർ. സിദ്ധരാമയ്യ നല്ല മറുപടി കൊടുത്തു. എന്തിനാണ് ഇങ്ങനെ ആട്ട് വാങ്ങുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോയി ആട്ട് വാങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ ഇവിടെ രണ്ട് പക്ഷത്തെ തമ്മിലടുപ്പിച്ച് ഇതിൽ നിന്ന് എങ്ങനെ ലാഭം കൊയ്യാം എന്നുള്ളതാണ് CPM ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തോട് പറയാനുള്ളത്, ഇത് കടുത്ത
വർഗീയ പ്രചരണമാണ് നടക്കുന്നത്. ഇവിടെ മുസ്ലിം ആയതുകൊണ്ടൊന്നും അല്ല അവരെ ഇതാക്കിയത്, അവിടെ തീർച്ചയായിട്ടും അവിടെ ഒഴിപ്പിക്കാൻ പോയി. മാത്രമല്ല അവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാമെന്ന് സർക്കാർ പറയുമ്പോൾ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടെ സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു എന്നുകൂടെ പറയേണ്ടതുണ്ട്. അതിനെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ, ഇസ്ലാമോഫോബിയയുടെ പേരിൽ അങ്ങ് ഒരു പടി കൂടെ കടന്നിട്ട് ഗസയാണ്, അതായത് ഇന്ത്യയിലെ ഗസയാണ് കർണാടകയിലെ ഇത് എന്ന് KT ജലീൽ പോയി പറയുകയാണ്. ഇവനെയൊക്കെ പിടിച്ച് അകത്തിടേണ്ട സമയം കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം KT ജലീലിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. എനിക്ക് മുഖ്യമന്ത്രിയോടോ CPM-നോടോ എന്തിന് വോട്ടർമാരോടോ പോലും പ്രതിബദ്ധതയില്ല, എനിക്ക് ആകെ പ്രതിബദ്ധതയുള്ളത് ആരോടാണ്? പടച്ചതമ്പുരാനോടാണ്. എനിക്ക് ഇവിടുത്തെ ഒരു സ്ഥാനമാനവുമല്ല, എനിക്ക് മുകളിൽ സ്വർഗത്തിലെ സ്ഥാനമാനം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ എനിക്ക് നിയതമായ സ്വർഗം കിട്ടുക എന്നുള്ളതാണ് എൻ്റെ രീതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ പാവപ്പെട്ട സഖാക്കളുടെ മുമ്പിൽ വിപ്ലവം പാടി ഈ പറയപ്പെടുന്ന മുസ്ലിമിനെയും സഖാക്കളെയും എല്ലാവരെയും പറ്റിച്ചത്? എന്തിനാണ് ഇയാൾ ഇങ്ങനെ പറ്റിക്കുന്നത്? എന്നാൽ പിന്നെ അയാൾക്ക് അതിൻ്റെ പണിയെടുത്താൽ പോരായിരുന്നു. ഇങ്ങനെ പല തരത്തിൽ പല രീതിയിൽ പറ്റിക്കുന്ന ഒരു എന്താ പറയുക, ഒരു മര്യാദയുമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന കളിക്കുന്ന ആളായിട്ട് KT ജലീലും റഹീമും ഒക്കെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതും CPM ഇവിടെ വർഗീയ പ്രചാരണത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തിയിരിക്കുന്നു എന്നുള്ളതും അപകടകരമായ രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലെ കോൺഗ്രസിനെ ആയാലും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയും അവർ ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നത് ഇവിടെ വലിയ തരത്തിലുള്ള കലാപ സമാനമായ സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല.